അമ്മേ, ഫിദ മാഡത്തിനെ വിളിച്ചില്ല. ഒരു നന്ദി വാക്കെങ്കിലും പറയണ്ടേ? ആ, അയ്യോ, മോള് വിളിച്ചിട്ടുണ്ടാവുന്ന ഞാൻ കരുതിയേ. അതെന്താ വിളിക്കാഞ്ഞേ? ഒന്നല്ല, സഹായിക്കാൻ ആരും ഇല്ലാത്ത എല്ലാ ഘട്ടങ്ങളിലും ദൈവം അയച്ചതുപോലെ ഫിദ മേഡം നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ സന്തോഷം ആദ്യം പറയേണ്ടത് ഫിദ മേഡത്തിനോട് തന്നെയാ. മോള് വിളിച്ച് പറ. അമ്മ അച്ഛനൊരു ചായ വാങ്ങിട്ട് വരാം. ഹലോ ഫിദ മാഡം, അച്ഛൻ കണ്ണു തുറന്നു. അച്ഛൻ സംസാരിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഞാനാണെന്ന് മനസ്സിലായി. അച്ഛൻ ചിരിച്ചു. പേടിക്കാനൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അമ്മ ഫിദ മാഡത്തിനോട് പ്രത്യേകം നന്ദി പറയണമെന്നും പറഞ്ഞു. ശരി. ഫിദ മാഡം ഏർപ്പാട് ചെയ്ത ഡോക്ടർ വന്നുകൊണ്ടാ ഇപ്പൊ കാര്യങ്ങളൊക്കെ നല്ല രീതിയിലായത്. എനിക്ക് ഫിദ മാഡത്തിനോട് സ്നേഹം നിത്യേന കൂടി വരിക. ചില കാര്യങ്ങളെ ലിമിറ്റ് ചെയ്യാതിരിക്കുന്നതും തെറ്റാണ്. എന്താ മാഡം? ഒന്നുമില്ല, ഞാൻ കുറച്ച് തിരക്കില്ല. എന്തു പറ്റി? ഫിദ മാഡത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മോളാ വിളിക്കുന്ന? ഹലോ മാഡം, ഫിദ മാഡത്തിന് അസുഖമൊന്നുമില്ലല്ലോ? ഇല്ല. അല്ല, ഞാനിപ്പോ ഫിദ മാഡത്തിനെ വിളിച്ചിരുന്നു. മാഡത്തിന്റെ സംസാരത്തിൽ എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ തോന്നി. ശബ്ദമൊക്കെ വല്ലാണ്ടിരിക്കുന്നു. അല്ല, അച്ഛൻ കണ്ണു തുറന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ട് വെറുതെ മൂളി കേട്ടു എന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല. എന്തു പറ്റി മാഡം? എന്തേലും പ്രശ്നമുണ്ടോ അവിടെ? പ്രശ്നങ്ങൾ എപ്പോ വേണമെങ്കിലും ഉണ്ടാവാലോ. അത് ആരിൽ നിന്ന് വരാലോ. ചിലർക്കത് നിസ്സാരമായിരിക്കും, ചിലർക്കത് താങ്ങാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. എന്നാ ശരി മോളെ. എന്തോ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ രണ്ടാളും ഇങ്ങനെയല്ല. എത്രയും പെട്ടെന്ന് ഫിദ മാഡത്തിനൊന്ന് കണ്ടേ പറ്റൂ.